ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു കൃപാസനത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2018 തൊട്ട് അവിടെ പോകുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ 2-3 തവണയായിട്ട് നമ്മൾ പോകുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ചാൽ അത് ബിസിനസ് ആക്കി കുറേ പേര് എടുത്തേക്കുവാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ. അതെന്ന് വെച്ചാൽ നമ്മൾ പള്ളിക്കകത്ത് സത്യം പറഞ്ഞാൽ ബസ്സിൽ വന്നിറങ്ങി ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് പള്ളിക്ക് അകത്തോട്ട് കയറാൻ പോലുമുള്ള സാവകാശം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ എന്താ പറയുക, ഈ ഭിക്ഷ യാചിക്കാൻ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർ കാരണം നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നടക്കാൻ പറ്റില്ല. എന്നാൽ നമ്മളാൽ കഴിയുന്നത് മനസ്സറിഞ്ഞ് നമ്മളവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു വട്ടം കൊടുത്തിട്ട് ഒന്ന് പള്ളിക്കകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ കാണാം വീണ്ടും അവർ വന്ന് ചോദിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ, നമ്മളെ ഓടിച്ചിട്ടങ്ങ് പിടികൂടുക. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ട് നടന്ന അവർ കൂടെ വരും, ഇങ്ങോട്ട് നടന്ന മറ്റുള്ളവർ കൂടെ വരും. എല്ലാവരും ഒരു തരത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ സെപ്പറേറ്റായിട്ട് എന്താ പറയുക, ഒന്ന് മാറ്റിയിരുത്തും. ഇത് നമുക്ക് പള്ളിക്ക് അകത്തോട്ടും കയറാൻ പറ്റില്ല, പുറത്തോട്ടും ഇറങ്ങാൻ പറ്റില്ല. ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ നിൽക്കവേ തന്നെ കാണാം. ഇപ്പോൾ ഇത് എൻ്റെ കാര്യം മാത്രമായിട്ടല്ല പറയുന്നത്, നമ്മളൊരിടത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർ അനുഭവിക്കുന്ന ഞാൻ എത്രയോ തവണ എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 1-2 കുട്ടികൾ വന്ന് ഇവർക്ക് 2-3 പേർക്ക് പൈസ കൊടുത്തിട്ട് ആ കൊച്ചുങ്ങളെ അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ കാണാം വീണ്ടും അതുങ്ങളുടെ പുറകെ പോയി കിടന്ന് പൈസ ചോദിക്കുക. അതേ കണക്ക് ഇത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവർ നമ്മളെ ഓടിച്ചിട്ട് പിടികൂടും. എന്നിട്ട് പിന്നെ ഞാൻ മുമ്പേ തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലവർ നമ്മുടെ നേരെ തിരിച്ച് ഷൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി ഓരോ ഒതുങ്ങിയ സ്ഥലത്തോട്ട് ഇരിക്കുക. നമുക്ക് പള്ളിക്കകത്ത് കയറാനോ തിരിച്ചിറങ്ങി വരാനോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇത് പിന്നെ എന്താ പറയുക, ഞാൻ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല ഞാൻ.